അല്ല, പി വി അൻവറിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കണം. സ്ഥാനാർത്ഥിക്കെതിരായും UDF ചെയർമാനെതിരായും അദ്ദേഹം പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ പിൻവലിക്കണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ, നിരുപാധികം ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറിൻ്റെ ഡിമാൻഡുകൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയെ മോശപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് UDFനെ തന്നെ മൊത്തം അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ രണ്ട് പരാമർശം അദ്ദേഹം പിൻവലിച്ച് UDFന് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ അദ്ദേഹമായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും ചർച്ച നടത്തി അദ്ദേഹത്തിനൂടെ സ്വീകാര്യമായ തീരുമാനം എടുക്കാൻ UDF തയ്യാറാണ്. അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. അതുകൊണ്ട് ഓരോ നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ഈ എല്ലാ വിഷയങ്ങളും UDFലും പാർട്ടിയിലും ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത്. ആരും സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട്. കാരണം പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ചില അപാകതകൾ കാരണം ഇത്തവണ അങ്ങനെ ഒരു അപാകത ഉണ്ടാവാതിരിക്കാൻ പഴുതടച്ചാണ് കൂട്ടായ ചർച്ച നടത്തിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ അപ്പോഴും അൻവർ ഒരു കല്ലുകടിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ദേശീയ പാർട്ടിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല. കാരണം പാർട്ടിയുടെ ദേശീയ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി, UDF യുനാനിമസായിട്ട് പ്രപ്പോസ് ചെയ്ത സ്ഥാനാർത്ഥി, അങ്ങനെ സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരാളെ മുന്നണിയായിട്ട് സഹകരിപ്പിക്കുക? അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അൻവർ പറഞ്ഞത് K മുരളീധരനും രമേശ് ചെന്നിത്തലയും സുധാകരനുമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സഹായിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, അൻവർ അദ്ദേഹത്തിന് പറ്റിയ ഈ തെറ്റ് അദ്ദേഹം തിരുത്തി UDFുമായിട്ട് സഹകരിക്കുക. കാരണം പിണറായി സത്തിനെയാണ് തോൽപ്പിക്കേണ്ടത്, അല്ലാതെ UDFനെയോ UDFിലെ ഏതെങ്കിലും വ്യക്തികളെയോ അല്ല. പിണറായി സത്തിനെ തോൽപ്പിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, ഇപ്പോൾ ആർക്കാണെങ്കിലും തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഒരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്. അത് അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിനും തർക്കിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാനില്ല, VD സതീശനെ എതിർത്തിട്ടില്ല. ഞങ്ങൾ 2-ാം തീയതി ചേർന്ന യോഗത്തിൽ അസോസിയേറ്റ് അംഗമാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കാൻ അല്പം ഡിലേ വന്നു. അതിന് ആരും കുറ്റം പറഞ്ഞ കാര്യം, അപ്പോഴേക്കും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. ആ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായപ്പോൾ ബൈ ഇലക്ഷൻ നടക്കില്ല. അതുകൊണ്ട് ഒരു മെല്ലെ പോക്കുണ്ടായതിൻ്റെ കാരണം ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യമാണ്, അല്ലാതെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയതല്ല. യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാവുകയും ബൈ ഇലക്ഷന് സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അത് പ്രഖ്യാപനം അല്പം താമസിച്ചു പോയത്. തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് അദ്ദേഹം തിരുത്തി UDFുമായിട്ട് സഹകരിക്കുക. അല്ല, ഞങ്ങളുടെ UDFൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ ശ്രീ അൻവർ ഉൾപ്പെടെ സഹകരിക്കണം എന്നാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. അതെന്തായാലും ഞങ്ങളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ, ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ ഒരു വെല്ലുവിളിയല്ല. കാരണം സ്ഥാനാർത്ഥികളെ കിട്ടാതെ CPM പരക്കം പാഞ്ഞ് കിടക്കുകയാണ്. അവസാനം ഒരു ഡോക്ടറിൽ ചെന്നെത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ മത്സരിച്ചൊരു ഡോക്ടറെ വഴിയാധാരാക്കി. എനിക്ക് വേണ്ടത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അടിയന്തരമായിട്ട് പ്രമേയം പാസ്സാക്കണം. ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളെ വഴിയാധാരാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും CPMനോടും അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തയ്യാറാണെന്നാണ് എനിക്ക് പറയാൻ. കാരണം അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്ന പേര് നല്ലൊരു ഡോക്ടറാണ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ടാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇതിലേക്ക് എറിഞ്ഞു കൊടുക്കണോ എന്ന് പാർട്ടി തീരുമാനിച്ചാൽ മതി. അതിലേറെ രസം BJP വേണോ വേണ്ടെന്ന് നിൽക്കുകയാണ്. അൻവർ വെല്ലുവിളിയല്ല, അൻവർ മത്സരിച്ചാൽ വെല്ലുവിളിയല്ല എന്നാണ് പറയുന്നത്. വെല്ലുവിളിയുടെ പ്രശ്നമോട് ഉദിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞു.
അദ്ദേഹത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സഹകരിച്ചാൽ അതും വെല്ലുവിളിയല്ല. എന്ത് വന്നാലും നിലമ്പൂരിൽ UDF ജയിച്ചിരിക്കും. അൻവർ ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നത് UDF ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും. അൻവർ നിർബന്ധമായും UDF-ന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കോൺഗ്രസ് താങ്കൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. അതിൽ അൻവർ ഉൾപ്പെടെ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി, വി.ഡി. സതീശന് നിരന്തരമായി പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ഘട്ടം ഞാൻ പറയാം, UDF-നോടൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDF ചെയർമാനെതിരായിട്ടുള്ള പരാമർശം നിർത്തണം. ഇത് വി.ഡി. സതീശൻ എന്ന വ്യക്തിയല്ല, അത് UDF ചെയർമാനാണ്. ആ ചെയർമാനായിട്ടുള്ള UDF-ഉമായിട്ടാണ് സഹകരിക്കേണ്ടതെങ്കിൽ ആ ചെയർമാനെതിരെ വിമർശനം ഉന്നയിച്ചാൽ പിന്നെ എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? അതാണ് പറഞ്ഞത്. അൻവറിൻ്റെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആർക്കും രാഷ്ട്രീയ പക്വത ഞാൻ ഉപദേശിക്കുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്താൽ ശക്തമായിട്ടുള്ള ഈ നിലമ്പൂർ പോരാട്ടത്തിൽ അൻവർ കൂടെ ഒരുമിച്ച് നിന്നാൽ 35,000 വോട്ട് മിനിമം UDF-ന് ഭൂരിപക്ഷം കിട്ടും. അല്ലെങ്കിൽ അല്പം കുറഞ്ഞാൽ എന്തായാലും UDF ജയിച്ചിരിക്കും. അല്പം കുറഞ്ഞാലെന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് അൻവറിനാണ് സ്വാധീനം. അത് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. UDF ജയിച്ചിരിക്കും, ആര്യാൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞാൻ ഒരാളെയും ഞാൻ നിസ്സാരനായി കാണുന്നില്ല. പക്ഷേ UDF-ന് അതിൻ്റെ ആയിട്ടുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകാനേ ഞങ്ങൾക്ക് കഴിയൂ.